ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ. ചെറിയ ചെറിയ വെറൈറ്റികളായിട്ടുള്ള നല്ല നല്ല വെറൈറ്റികൾക്ക് ചെറിയ രീതിയിൽ ബഡ്ജറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് വെറൈറ്റി പ്ലാന്റ്സുകളായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോയുടെ ഒരു എൻഡിങ്ങിന് തൊട്ട് മുമ്പായിട്ട് നമ്മളത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഒന്ന്, നമ്മുടെ കയ്യിൽ ടോപ്പ് റെയറും 5 kg പോട്ടും അവൈലബിൾ ആണ് കേട്ടോ. കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട്, ഇനി ചെറുത് മാത്രമേ ഉള്ളൂ, വലുത് വരുന്നില്ലേ? ഈ ചെറുത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഞാനത് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും അത് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ കയ്യിൽ 5 kg പോട്ട് എപ്പോഴും അവൈലബിൾ ആണ്. നമ്മളൊരു റിക്വസ്റ്റിൻ്റെ പേരിൽ നമുക്ക് വേറൊരു നഴ്സറിയിൽ നിന്ന് കിട്ടിയതാണ്. നമുക്ക് കുറച്ചായിട്ട് റെയർ ആയിട്ടുള്ള ഈ ഒരു സ്മോൾ കവർ പ്ലാന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിയ പോട്ടിന് നല്ല വിലയാണ്, നല്ല റേറ്റിലാണ്. അപ്പോൾ അത് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ കസ്റ്റമേഴ്സിന് നമ്മളൊരു അവസരം കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ 5 kg ഉണ്ട്. ചെറിയ പോട്ട് കവർ പാക്കറ്റ് വാങ്ങിക്കുന്നവർ ചെറുത് മാത്രമായിട്ട് വാങ്ങി ഫ്രീ ആവേണ്ട. അവർക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒരു 4-5 മാസത്തേക്ക് നല്ല പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഫുള്ളായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ സൂഫി ഇന്ത്യാനയുടെ ഒക്കെ പ്ലാന്റുകൾ സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു പുതിയ വെറൈറ്റി, പുതിയതല്ല ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ഗ്രാഫ്റ്റ് ചെയ്ത് 1 ഇയറിന് മുകളിൽ വലുപ്പമായിട്ടും മെച്യൂർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ബ്രസ റെഡിൻ്റെ ഒറിജിനൽ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ബ്രസയുടെ പൂക്കളുടെ പ്രത്യേകത ഫ്ലെയിമുമായിട്ട് കമ്പയർ ചെയ്ത് ഞാൻ പറയാം. നല്ല ഒരു ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ വിടർന്ന പൂക്കളല്ല, ഇങ്ങനെ ഒരു ഷേപ്പിൽ കേട്ടോ. നിങ്ങൾ ഈ ഫോട്ടോ കറക്റ്റായിട്ട് കാണുക. ഈ ഒരു ഷേപ്പിൽ തന്നെ ഇരിക്കുന്ന ഒരു പൂക്കളാണ് കേട്ടോ ബ്രസ റെഡിൻ്റെ. പിന്നെ ഇതിൻ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടനിൽ നമ്മൾ വച്ച് പിടിപ്പിച്ചിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്ത് വന്നിട്ടുള്ള 1 ഇയറിന് മുകളിൽ വലിപ്പം അല്ലെങ്കിൽ മെച്യൂരിറ്റി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട്. ഇതാണ് ബ്രസ കേട്ടോ. നമ്മൾ ഫ്ലെയിമും വെച്ചിട്ടൊന്ന് നോക്കണേ. ബ്രസ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഷേപ്പാണ്, ഒത്തിരി വിടർന്നിട്ടുള്ളതല്ല. ഇനി ഫ്ലെയിമിൻ്റെ ഒരു ഫോട്ടോയും കൂടി ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ ബ്രസയുടെ സെയിൽ ചെയ്യുന്ന സൈസ് കേട്ടോ. ഒരു 10 പ്ലാന്റ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോളുക, ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മൾ സെയിലിനായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ബ്രസയുടെ ഈ പൂക്കളും ഫ്ലെയിമിൻ്റെ പൂക്കളും നമ്മൾ വ്യത്യാസം നോക്കുക. ഫ്ലെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവർഗ്രീൻ ആണ്. എപ്പോഴും ഇതിനെ എന്തെന്ന് പറയാൻ മനസ്സിലാക്കണമെന്ന് അറിയില്ല. വിടർന്ന പൂക്കളാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പ് റെയർ വെറൈറ്റീസ് നമ്മൾ ഓഫർ പ്രൈസിനൊക്കെ ഇട്ടിരുന്നു. കുറച്ചുകൂടെ ഉണ്ട്. മഹാറാണി സ്റ്റോക്ക് ഉണ്ട്. മഹാറാണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓറഞ്ച് ഷെയ്ഡോടെ വരും. അത് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയത്താണ് ഓറഞ്ച്, അതിനുശേഷം ഇങ്ങനെ പിങ്ക് കയറി വരും. പിന്നെ അടുത്ത ബ്ലൂമിങ് വരുമ്പോഴേക്കും ഓറഞ്ച് കയറി വരും കേട്ടോ. അടർന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഡിക്റ്റബിൾ അല്ല. കാരണം ഫസ്റ്റ് തന്നെ യെല്ലോ, ഓറഞ്ച്, പിന്നെ ഇങ്ങനത്തെ മജന്ത, പിങ്ക് മിക്സ് ചെയ്തിട്ട് വരും. അങ്ങനെ ഒരു വെരിഗേഷൻ മോഡലിൽ പല കളറുകൾ ചേഞ്ച് ചെയ്ത് കയറി വരുന്ന ഒരു ടോപ്പ് റെയർ തന്നെയാണ് അടർന. അടർനയ്ക്കും നമ്മൾ നല്ല രീതിയിൽ മീഡിയം സൈസും അതുപോലെ മഹാറാണിക്കും മീഡിയം സൈസും ബിഗ് സൈസും അവൈലബിൾ ആണ്. സെക്യൂറിക്കും അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ കോമൺലി നമ്മുടെ അടുത്ത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മളത് മെൻഷൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ടോപ്പ് റെയർ ഇല്ലേ, ഇനി ചെറുത് മാത്രമാണോ ചോദിക്കുന്നുള്ളൂ എന്ന് പറയുന്ന കസ്റ്റമേഴ്സിന് മാത്രമാണ് നമ്മളുടെ ഈ ഒരു സൈസൊക്കെ കാണിച്ചു കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട് കേട്ടോ. മഹാറാണി, അഡർന, സെക്കൂറ, ഷിൻഡോയി, സമ്മർ വൈറ്റ്, വിയറ്റ്നാം, അങ്ങനെ നമ്മൾ കുറച്ച് 2-3 വീഡിയോസിന് മുമ്പ് ചെയ്തിട്ടുള്ള ടോപ്പ് റെയർ എല്ലാം തന്നെയുണ്ട്. നമ്മുടെ വിയറ്റ്നാമിൻ്റെ ആണ്. സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു കളറിൽ സ്പ്ലാഷ് കയറി വരുന്നതാണ് കേട്ടോ. ഭംഗിയാണ്, ഭയങ്കരമായിട്ട് ഭംഗി. എന്നിട്ട് ആ ബ്ലൂമിങ് കറക്റ്റായിട്ട് നല്ല സൈസിലായിട്ട് കയറി വരുമ്പോഴേക്കും ഇതിൻ്റെ കളർ നേരെ ചേഞ്ച് ആയിട്ട് ഒരു വയലറ്റ് ഷെയ്ഡിനകത്തേക്ക് കയറി വരും കേട്ടോ. ഇതാണ് സ്റ്റാർട്ടിങ് വിയറ്റ്നാമിൻ്റെ കളർ കേട്ടോ. അതിനുശേഷം ദേ ഇങ്ങനെ കളർ കയറി വരും. പ്രോപ്പറായിട്ട് സൺലൈറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വയലറ്റ് കളർ മാത്രമായിരിക്കും പ്ലാന്റിന് ഉണ്ടാവുള്ളൂ, സ്പ്ലാഷ് കയറി വരത്തില്ല. ഇനി അത് സ്പ്ലാഷ് വരാത്ത എന്താണെന്ന് ചോദിക്കരുത്. അതിനാവശ്യമായിട്ട് കിട്ടേണ്ട സൺലൈറ്റ് കിട്ടണം, എങ്കിൽ മാത്രമാണ് സ്പ്ലാഷ് കയറി വരുള്ളൂ. സക്കൂറയുടെ വലിയ പ്ലാന്റുകളാണ് കേട്ടോ. വലിയ പ്ലാന്റിന് സക്കൂറയ്ക്ക് 1-2 എണ്ണം ഉള്ളൂ കേട്ടോ. മീഡിയം സൈസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ സൈസാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നത്. ഒരു ഷോർട്സ് ഞാൻ ചെയ്തിരുന്നു. ഇത് ഗോൾഡൻ സമ്മർ വൈറ്റ് ആണ്. ഇതിൻ്റെ വലുത് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഈ വർഷം ആദ്യമായിട്ട് വരുന്ന വെറൈറ്റികളാണ്. അപ്പം നല്ല ഭംഗിയാണ്. ഓൾറെഡി ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിലും ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. ആ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വെറൈറ്റിയെക്കുറിച്ചിട്ടും പറയുന്നത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് അതിൻ്റെ സൈസ് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കാണുന്നത്. പിന്നെ നമ്മൾ ഈ കവർ പാക്കിൽ വാങ്ങിക്കുന്നവർക്ക് ഇങ്ങനത്തെ ഒരു സൈസിനകത്തേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമാണ് ബൊഗൻവില്ലയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ റിസൾട്ട് കിട്ടുള്ളൂ. കവർ പാക്കറ്റ് വില കുറവായതുകൊണ്ട് നമ്മൾ വാങ്ങി വെറുതെ ഒരു പോട്ടിനകത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത്രയും ഭംഗിയായിട്ടുള്ളൊരു രീതിയിൽ കിട്ടില്ല. ശരിക്കും നമ്മൾ ഇതിനകത്ത് പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ രീതിയിൽ ബുഷിയായിട്ട് ഇത്രയും ഫ്ലവറോട് കൂടിയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കവർ പാക്കറ്റ് വാങ്ങിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക, വെറുതെ വാങ്ങി വെക്കരുത്. അതിൻ്റെ നല്ല രീതിയിൽ ഫെർട്ടിലൈസർ കൊടുക്കണം. ഒരു 4 ടൈംസ് നിങ്ങൾ ചെടിച്ചട്ടി തന്നെ മാറ്റേണ്ടതായിട്ടുണ്ട്, പോട്ട് തന്നെ മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ.
നമ്മുടെ ടോപ്പ് ടയർ വെറൈറ്റി ഷിൻഡോയാണ്. നമ്മുടെ കയ്യിൽ തായ്ലൻഡ് പ്രിൻസസും സ്റ്റോക്ക് ഉണ്ട്. ചെറിയൊരു കളർ ഷെയ്ഡ് മാത്രമാണ് ഷിൻഡോയും തായ്ലൻഡ് പ്രിൻസസും തമ്മിലുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഷിൻഡോയുടെ ഫ്ലവർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഷിൻഡോയെ എടുത്ത് കാണിക്കുന്ന. തായ്ലൻഡ് പ്രിൻസസും കൂടി അവൈലബിൾ ആണ്. ഇനി നമ്മുടെ ഇന്നത്തെ ഇനി ഒരു പിങ്ക് പാച്ച് കേട്ടോ. പിങ്ക് പാച്ച് കഴിഞ്ഞ വർഷം ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിരുന്നു. നമ്മുടെ കയ്യിൽ പിങ്ക് പാച്ചിൻ്റെ വലിയ സൈസ് ഉണ്ട്, അടിപൊളി സൈസ് ഉണ്ട്. പിങ്ക് പാച്ചിൻ്റെയും സെക്യൂരിയുടെയും ഓൾമോസ്റ്റ് പൂക്കൾ സെയിം ആണ്, ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക. അടുത്ത് നമ്മൾ ഇനി സെൻഡ് ചെയ്യുന്ന ഈ പ്ലാന്റിൻ്റെ സൈസ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. അത് ചില്ലി റെഡാണ്. ഈ ഒരു സൈസിലുള്ള ചില്ലി റെഡാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് വലിയ സൈസുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് തന്നെ വലുതല്ല കേട്ടോ. ഇനി ഒരു ഇച്ചിരിയോടെയും സൈസ് കൂടുതലും കുറവൊക്കെ ആയിട്ടുള്ളതാണ് നമുക്ക് വരണത്. നമ്മൾ പേയ്മെൻറ്റ് ഇട്ടേക്കണ ഓർഡറിൽ നമ്മൾ ഓരോന്ന് എടുക്കുമ്പം അത് ഇച്ചിരി വലിപ്പം കൂടുതലോ കുറവൊക്കെ ആയി പോകും. അതുകൊണ്ട് ഞാൻ ഏറ്റവും ചെറുത് തന്നെയാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾ കിട്ടുമ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് എക്സെപ്റ്റ് ചെയ്യരുത്. ഞാനത് എപ്പോഴും പറയും, നമ്മൾ സൈസ് കുറവേ പ്രതീക്ഷിക്കാവുള്ളൂ എന്നുള്ളത്. ടോപ്പ് ഇപ്പം ചില്ലി യെല്ലോ കാണിച്ചു, ചില്ലി റെഡ് കാണിച്ചു, റൂബി കാണിച്ചു. ഇത് സിംഗപ്പൂർ പിങ്കാണ്. വലിയ തണ്ടാണ് കേട്ടോ ഇതിൻ്റെ. ഈ ചെറിയ പോട്ടിനകത്ത് നമ്മൾ തന്നു എന്ന് പറഞ്ഞിട്ട് 1-2 വെറൈറ്റിയിൽ മാത്രമാണ് ചെറിയതായിട്ടുള്ളൊരു തണ്ടുകൾ വരണുള്ളൂ. ഇപ്പോൾ കാണിക്കുന്നത് ഒരു പിങ്ക് മിക്സ് ബ്യൂട്ടിയാണ് വൈറ്റിൻ്റെ കേട്ടോ. നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു പൂക്കളാണ്. അതുപോലെ ഇന്നിപ്പോൾ നമ്മൾ കോംബോയിൽ ഓരോരോ പ്ലാന്റുകൾ പറയുന്നുണ്ട്. ആ പറയുന്നതിന് മുമ്പായിട്ട് ഈ പ്ലാന്റിൻ്റെ ഒരു ഐഡി ഞാനൊന്ന് കാണിച്ച് അതിൻ്റെ സൈസ് കാണിച്ച് തരണമെന്നുള്ളൂ കേട്ടോ. ഇത് ഫൈറോപ്പാൽ ഓറഞ്ചാണ്. ഓരോന്നിലും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, കാരണം ഇലകൾ മാത്രം ഉള്ളതുകൊണ്ട് എനിക്കും വിട്ടുപോകും. അതുകൊണ്ട് എല്ലാ പ്ലാന്റിലും നമ്മൾ പേര് വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുള്ളതാണ്. ഇതൊരു പുതിയൊരു വെറൈറ്റിയാണ് കേട്ടോ. ലാവൻഡർ മിക്സ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇത് ലാവൻഡർ ബ്യൂട്ടി നല്ല സൈസിലാണ് കേട്ടോ. നല്ല തിക്കായിട്ട് കുറേ ഇലകളും ഒക്കെ വന്നിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബ്രസയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഒരുപാട് കസ്റ്റമേഴ്സിന് ലോക്കൽ പ്ലാന്റ് വന്നിട്ട് ബ്രസാന്ന് പറഞ്ഞിട്ട് സെയിൽ ചെയ്തു. അത് ഞാനൊന്ന് പറയാം വീഡിയോയിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക. നമ്മൾ ഒറിജിനൽ ആണെന്നുള്ള സ്ഥലങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. അതിപ്പോൾ ഓൺലൈൻ വാങ്ങിക്കണമെന്നോ നഴ്സറി വാങ്ങിക്കണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ ഞാൻ മെയിനായിട്ടും എൻ്റെ ഓരോ പ്ലാന്റിലും എൻ്റെ ID ഇടാറുണ്ട്, അതുപോലെ ബിസ്മിന്ന് മെൻഷൻ ചെയ്യാറുണ്ട്. എങ്കിലും ഇത് കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്തിട്ട് എൻ്റെ 1-2 കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് മെസ്സേജ് ഇടാറുണ്ട്, ഞാൻ ബിസ്മിയുടെ ഇത് വന്നുകൊണ്ട് ഇട്ടതാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. എൻ്റെ ഞാൻ അതുകൊണ്ടാണ് ഒരു സെല്ലേഴ്സിനും ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുത്ത് റീസെല്ല് ചെയ്യുന്നില്ല കേട്ടോ. ഓൺലൈനിൽ ചെറിയ വീടുകളിലോ അല്ലെങ്കിൽ നഴ്സറിയിലോ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. ഓൺലൈനിലേക്ക് നമ്മൾ ബോഗൻവില്ല അങ്ങനെ റീസെല്ലൊന്നും ചെയ്യുന്നില്ല. റീസെല്ല് ചെയ്യുന്നവർ ചെറിയ ഗ്രൂപ്പുകളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം പർച്ചേസ് ചെയ്യുക. അല്ലാതെ വേറെ ഒറിജിനൽ അല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് പ്ലാന്റ് വാങ്ങിയിട്ട് അങ്ങനെ പറയരുത്, എൻ്റെ പേരിൽ പറയരുത്. ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നത് മാത്രമാണ് എൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വം എനിക്ക് കേൾക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ഒറിജിനൽ പ്ലാന്റ് ആണോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. നമ്മുടെ പ്ലാന്റിൻ്റെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്ലാന്റിൻ്റെ ഫോട്ടോ ആയതുകൊണ്ടാണ് വാങ്ങിയെന്ന് എൻ്റെ അടുത്ത് പറയരുത്. എൻ്റെ ചാനലിൽ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നത് മാത്രമാണ് എൻ്റെ പ്ലാന്റുകൾ കേട്ടോ. പിന്നെ അതുപോലെ അഗ്ലോണിമയുടെ സെയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് എന്നോട് ചോദിക്കുന്നുണ്ട്. അഗ്ലോണിമയുടെ സെയിൽ ഉണ്ട്, ഞാനൊരു ക്ലിയർ സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അഗ്ലോണിമ പ്ലാന്റ്സ് നമ്മൾ പാക്കിങ്ങിനായിട്ട് വേറൊരാളെ ഏൽപ്പിച്ച് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് സെയിൽ ചെയ്തിരുന്നു. പക്ഷേ അത് പാക്കിങ് വളരെ മോശമായിട്ട് കസ്റ്റമേഴ്സൊക്കെ കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു. ഞാൻ പാക്ക് ചെയ്യണ പോലെ അല്ല, ഭയങ്കര പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് നിർത്തി വെച്ചത് കേട്ടോ. ഓൺലൈൻ ചെയ്യുമ്പോൾ നമ്മൾ പാക്കിംഗ് ഒക്കെ മെയിനായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ നിർത്തി വെച്ചത്. ഒരാളെ നന്നായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് നിർത്തി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു ക്ലിയറൻസ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഞാൻ കസ്റ്റമേഴ്സിനൊരു മെസ്സേജ് പോലെ പറയണതാണ്. പിന്നെ അതുപോലെ നമ്മുടെ വാട്സപ്പിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ളൊരു ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കോംബോ ശ്രദ്ധിക്കാം. നമ്മുടെ ഫസ്റ്റ് കോംബോ ചില്ലി റെഡ്, ചില്ലി യെല്ലോ, മലേഷ്യൻ വൈറ്റ് മാജിക് 1200 കോംബോയുടെ റേറ്റ് വരുന്നത്. സെക്കൻഡ് കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാവൻഡർ മിക്സ്, വെരിഗേറ്റഡ്, ബട്ടർഫ്ലൈ പിങ്ക്, ഫൈറോപ്പാലാണ് 1250. തേർഡ് കോംബോ ഫോക്സ് ടൈൽ ക്രീം, സിംഗപ്പൂർ പിങ്ക്, ചില്ലി യെല്ലോ 1000 രൂപയാണ്. ഫോർത്ത് കോംബോ ചില്ലി റെഡ്, ചൈനീസ് സ്ലീപ്പിംഗ് ബ്യൂട്ടി, ഹൈബ്രിഡ് ഡ്രാഫ് 1300 രൂപയാണ്. ഫിഫ്ത്ത് കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാവൻഡർ മിക്സ് ബ്യൂട്ടി, റൂബി റെഡ് ആൻഡ് ബട്ടർഫ്ലൈ പിങ്ക്, വെരിഗേറ്റഡ്. ദെൻ നെക്സ്റ്റ് സിക്സ്ത് കോംബോ, ലാസ്റ്റ് കോംബോ ഫോക്സ് ടൈൽ ക്രീം, ഐസ്ക്രീം, ലാവൻഡർ മിക്സ് ബ്യൂട്ടി. അപ്പോൾ പ്ലാന്റുകൾ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യുക. കോംബോയിൽ അല്ലാത്ത വേണമെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചോളുക, നമ്മളൊരു കോംബോ റേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് തന്നോളാം. ഇതോടുകൂടി ഏകദേശം നമ്മുടെ കയ്യിലുള്ള പ്ലാന്റിൻ്റെ സ്റ്റോക്ക് കഴിയും കേട്ടോ. പിന്നെ പ്ലാന്റ് നമ്മൾ ഇങ്ങനെയാണ് അയക്കുന്നത്. ഗ്രോ ബാഗ് നന്നായിട്ട് ബ്രൗൺ ടേപ്പ് ഉപയോഗിച്ച് അയക്കും. നിങ്ങളത് വലിച്ചു പറിച്ച് പൊട്ടിച്ച് കളയാതെ കറക്റ്റായിട്ട് ഇത് ഇങ്ങനെ ഒരു ബ്ലേഡ് അല്ലെങ്കിൽ ഒരു കട്ടർ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്യുക. നിങ്ങൾ തയ്യാറാക്കി വയ്ക്കുന്ന 4 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് പോട്ടിനകത്തേക്ക് ഇറക്കി വെക്കുക. ചെറിയ പ്ലാന്റ്
അതുകൊണ്ടാണ് നമുക്ക് 2-3 റിപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്ലാന്റിന് ഗ്രോത്ത് കിട്ടുള്ളൂ. വലിയ പോട്ടിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റിന് കംപ്ലൈൻറ്റ് വരും. കാരണം ഇതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള വേരുകളാണ്. ആ വേരുകൾക്ക് വളരാനായിട്ട് മാത്രം ആവശ്യമുള്ള സ്പേസ് ആയിട്ടുള്ളൊരു പോട്ടിനകത്തേക്ക് വെക്കുക. ശേഷം 1 മാസം അല്ലെങ്കിൽ 2 മാസത്തിന് ശേഷം നിങ്ങൾ ആ ഏത് ഇഞ്ച് പോട്ടാണോ വെക്കുന്നത് അതിൻ്റെ 1 ഇഞ്ച് സൈസ് കൂടി വലുപ്പത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഒരു 4-5 സ്റ്റെപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്ലാന്റിന് ഗ്രോത്ത് കിട്ടുകയുള്ളൂ. ബോഗൻവില്ലയുടെ പോട്ട് മിക്സ് തയ്യാറാക്കുമ്പോൾ മണ്ണ്, മണൽ, ചകിരിച്ചോറ്, ഉമിയാണ് ഏറ്റവും നല്ല പോട്ട് മിക്സ്. അത് ഈ ചെറിയ പ്ലാന്റുകളൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ജൈവ വളങ്ങളാണെങ്കിലും ആഡ് ചെയ്യാവുള്ളൂ, കെമിക്കൽ ഫെർട്ടിലൈസർ ആണെങ്കിലും ആഡ് ചെയ്യാവുള്ളൂ കേട്ടോ. അതിനൊക്കെ ഒരുപാട് ചാനലിലൊക്കെ ഇതിൻ്റെയൊക്കെ പ്രോപ്പറായിട്ടുള്ള ഗ്രോത്ത് കാണിക്കാനായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റൊക്കെ കാണിക്കുന്ന വീഡിയോസ് ഉണ്ട്. കണ്ടതിന് ശേഷം മാത്രം ചെയ്യുക. കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റുകൾ കരിഞ്ഞു പോകും, ശ്രദ്ധിക്കുക. 5 kg പോട്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. റിപ്പോർട്ട് 1 വർഷം അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ വളർച്ച എത്തിയതിന് ശേഷം ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ പ്ലാന്റുകൾ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക. ഓരോ പ്ലാന്റിൻ്റെയും ID ശ്രദ്ധിച്ച് നോക്കുക. കോംബോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ ഈ ചെറിയ വെറൈറ്റീസ് മിക്കവാറും ഏകദേശം കഴിയും. പിന്നെ കിട്ടാനായിട്ടുള്ളൊരു സാധ്യത അറിയത്തില്ല. ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു ആഴ്ചയിൽ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.